ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പുതിയ കഥയായിട്ടാണ് വന്നത്. ഇത് കഥയല്ല, ജീവിതമാണ്, നടന്ന സംഭവമാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോണത് എൻ്റെ സുഹൃത്തായ അനുവിൻ്റെ കാര്യമാണ് കേട്ടോ. അവൻ്റെ ജീവിതമാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം. ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ട് കാലം മായ്ക്കാത്ത മുറിവുകൾ ഒന്നുമില്ലെന്ന്. അത് ചുമ്മാതെയാണ്. ചില മുറിവുകൾ നമ്മുടെ മനസ്സിൽ തന്നെ കാണും, അതൊരിക്കലും മായില്ല. നമുക്ക് വാർദ്ധക്യമായാലും ഒരു 80 വയസ്സായാലും നമുക്ക് ആ ഓർമ്മകൾ നമ്മളിൽ നിന്നും മാറില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് എവിടെയെങ്കിലും കിടക്കും. ആ ഒരാളിനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. കാലം ഒരിക്കലും മുറിവുകൾ മായ്ക്കില്ല. ആ മുറിവുകൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണും. അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ്. സുന്ദരനും സൽസ്വഭാവിയും തമാശക്കാരനുമായ ഒരു പയ്യനാണ്. ഒത്തിരി കൂട്ടുകാരുമായി തമാശയും കളിയും ചിരിയുമായി നടന്ന കാലം, ചെറുപ്പകാലം. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, അവളോട് ഇഷ്ടം പറയുന്നു. രണ്ടുപേരും പ്രണയത്തിലാവുന്നു. പിന്നെ അവർ പലയിടത്തും വെച്ച് കാണാറുണ്ട്, കത്തുകൾ കൈമാറാറുണ്ട്, തമാശകൾ പറയാറുണ്ട്. കത്തുകളിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് എഴുതാറുണ്ട്. പിന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അങ്ങനെ കുറേ സമയം, രാത്രികൾ പോലും അവരിരുന്ന് സംസാരിക്കാറുണ്ട്, കത്തുകൾ എഴുതാറുണ്ട്. ഒരുപാട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടിരുന്നു. ഒരുപാട് സ്നേഹിച്ചിരുന്നു അനു ആ കുട്ടിയെ. 2 ദിവസം കൊണ്ട് അവൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവളെ കാണാനും പറ്റില്ല. എന്ത് പറ്റി എന്ന് അനു ചിന്തിച്ചു. എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. എന്ത് പറ്റി? അനു ആകെ വിഷമിച്ചു. എന്താ അവൾക്ക് എന്ത് പറ്റി? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. രാത്രി 8 മണിയായി. അനു വീട്ടുമുറ്റത്തൊരു മാവിൻ്റെ ചുവട്ടിലിരുന്നു. ഫോൺ വിളിച്ചു അവളെ. അവൾ ഫോൺ എടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. ചാറ്റൽ മഴ പെയ്യുന്നു. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു. അവൻ സന്തോഷിച്ചു. എന്താ നീ ഇത്രയും നേരം ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്? ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയാമോ എന്ന് അനു അവളോട് ചോദിച്ചു. അപ്പോൾ അവളുടെ മറുപടി, എൻ്റെ കല്യാണം ഉറപ്പിച്ചു, ഇനി എന്നെ വിളിക്കരുത്. എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന പയ്യനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അനു പറഞ്ഞു, ഞാൻ പറയുന്ന കേക്കൂ, എന്നെ ഇനി വിളിക്കരുത് എന്ന് പറഞ്ഞ് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. എന്തെന്നില്ലാത്ത ടെൻഷൻ എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകി. പെട്ടെന്നൊരു ചാറ്റൽ മഴ. ഞാൻ ആ മാവിൻ ചൂട്ടിൽ തന്നെ ചാരിയിരുന്നു. പെട്ടെന്നാണ് അമ്മ വന്ന് വിളിച്ചത്. മോനെ വാ, ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നിയില്ല. അവൾ എന്നെ വിളിക്കും. ആ ചാറ്റൽ മഴയിൽ തന്നെ ഞാൻ ഇരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിൽ. അമ്മ പറഞ്ഞു, മോനെ മഴ പെയ്യുന്നു, വീട്ടിനകത്ത് കയറ്. ഞാൻ വരാം, അമ്മ പൊക്കോ, ഞാൻ വരാം. നീ എന്തെങ്കിലും കഴിക്കും മോനെ. വേണ്ട. ഞാൻ അവിടെ ഇരുന്നു. ആ ചാറ്റൽ മഴ മൊത്തവും നനഞ്ഞു. പിന്നെ ഞാൻ റൂമിൽ ചെന്ന് തലങ്ങണ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. അപ്പോഴമ്മ വന്നു. മോനെ വാ, ആഹാരം കഴിക്കാം, വാതിൽ തുറക്കു. വേണ്ടമ്മേ, എനിക്ക് വിശപ്പില്ല. അമ്മ പറഞ്ഞു, മോനെ നീ വാതിൽ തുറക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ഞാൻ കണ്ണുനീർ തുടച്ചു, ധൈര്യം സംഭരിച്ച് അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നു. അമ്മ പറഞ്ഞു, ഇത്തിരിയെങ്കിലും കഴിച്ചിട്ട് കിടം മോനെ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടമ്മേ. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്ന? നിനക്ക് എന്താ വിഷമം? നീ പറ അനു, എന്താ എന്ന് ചോദിച്ചു. അനു പറഞ്ഞു, എനിക്കൊന്നുമില്ലമ്മേ, എനിക്കൊരു കുഴപ്പവുമില്ല അമ്മേ എന്ന് പറഞ്ഞു. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അമ്മയെ കെട്ടിപ്പിടിച്ചൊന്ന് കരയണമെന്ന്. വേണ്ട, അമ്മ അറിയണ്ട, ഇതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ, ആരും അറിയണ്ട. അമ്മയെ ഞാൻ എന്തിനു വിഷമിക്കുന്നു? എൻ്റെ വിഷമം അമ്മ ഒരിക്കലും അറിയണ്ട. ഞാൻ വിഷമിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അനു വിചാരിച്ച് ആരോടും ഇത് പറയണ്ട, എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൾ എന്നെ വിളിക്കും, ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് അവൾ പോകില്ല. അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചെന്നതേ ഉള്ളൂ. അവൾ എന്നെ വിളിക്കും. ഒരിക്കലും എന്നെ മറന്ന് വേറൊരാളെ വിവാഹം കഴിക്കാൻ അവൾക്ക് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു. അവളുടെ ഫോൺ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. ഞാൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. എന്നാലും അവൾ എന്നെ വിളിക്കും. ദേഷ്യമൊക്കെ തീരുമ്പോൾ എന്നെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ കൂട്ടുകാരെന്നോട് ചോദിച്ചു, നീ പ്രേമിച്ച പെണ്ണിൻ്റെ കല്യാണമാണ്, നീ അറിഞ്ഞു? അനു പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. കല്യാണം തീരുമാനിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടവരെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. എന്തായാലും നിന്നെ തേച്ചല്ലോടോ അവൾ. പോട്ടെ, അനു ആ വിഷമം ആരോടും കാണിച്ചില്ല. പോട്ടെ, അവൾ നന്നായി ജീവിക്കട്ടെ, അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് അനു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അവൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു. എന്നാലും അവളെ അവൻ ശപിച്ചില്ല. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, അവൾ ഇന്ന് ഹാപ്പിയായിരിക്കട്ടെ. എൻ്റെ ഓർമ്മയിൽ അവൾ എന്നും കാണും. ആരും അറിയാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രണയമാണ് അത്. എനിക്ക് പിന്നെ വാശിയായി, ജീവിക്കണമെന്ന് തോന്നി. പൊരുതണം, എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എനിക്ക് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതം നല്ല രീതിയിൽ, എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം. എനിക്ക് എല്ലാം മറക്കണം. അങ്ങനെ ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചു. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടൊരു നല്ല നിലയിലെത്തി. എന്നാലും എൻ്റെ ഓർമ്മ എൻ്റെ ഉള്ളിലുണ്ട്.